കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ 24 മലയാളികൾ പൊള്ളി മരിച്ചു എന്ന ദുരന്ത വാർത്തയുടെ പുറത്താണ് നമ്മുടെ ലോക കേരള പ്രാജ്യസഭയുടെ ഉദ്ഘാടനം നടന്നത്. ഉദ്ഘാടനം അല്പം മാറ്റിവെച്ചു. തുടങ്ങുന്നതിനേക്കാൾ അല്പം വൈകിട്ടാണ് ആരംഭിച്ചത് എന്നുള്ളത് ഒഴിച്ചാൽ പതിവ് ചിട്ടവട്ടങ്ങളോടുകൂടി തന്നെയാണ് പരിപാടികൾ നടക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സ്പീക്കർ അധ്യക്ഷത വഹിച്ചു. പിന്നെ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വന്നിട്ടുള്ള പ്രാഞ്ചികൾ അവരുടെ വിദഗ്ധ അഭിപ്രായങ്ങൾ അവിടെ അവതരിപ്പിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കെട്ടുകാഴ്ച നടത്തുന്നത് എന്ന് മലയാളികൾ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അത്ഭുതകരമായ ആ പ്രമേയം അവിടെ പാസ്സായത്. പ്രമേയം എന്താണെന്ന് നിങ്ങൾ മിക്കവരും അറിഞ്ഞു കാണും. അറിയാത്തവരുടെ അറിവിലേക്ക് വേണ്ടി പറയുകയാണ്. ഒക്ടോബർ 7 മുതൽക്ക് പാലസ്തീനിൽ നടക്കുന്ന അക്രമം ഉടനടി അവസാനിപ്പിക്കണമെന്ന് ലോക കേരള സഭ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു. ഇത് കേട്ട് ബെഞ്ചമിൻ നെതന്യാഹു ബോധം കെട്ട് വീണു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനകത്ത് പല ആൾക്കാരും ആവശ്യപ്പെട്ടു. UN സെക്രട്ടറി ജനറൽ ഗുട്ടറസ് ആവശ്യപ്പെട്ടു. അത് കഴിഞ്ഞ് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി പ്രമേയം പാസ്സാക്കി. സെക്യൂരിറ്റി കൗൺസിൽ 2 തവണ അമേരിക്ക വീറ്റോ ചെയ്തതിന് ശേഷം മൂന്നാമത് അമേരിക്ക പോലും വീറ്റോ ചെയ്യാതെ പ്രമേയം പാസ്സാക്കി. അത് കഴിഞ്ഞ് നമ്മുടെ അന്തർദേശീയ നീതിന്യായ കോടതി ഇസ്രായേലിനെതിരായിട്ട് ഇഞ്ചക്ഷൻ ഓർഡർ പാസ്സാക്കി. ഇസ്രായേലിൽ ഇനി മേലിൽ ഒരു വെടി പോലും പൊട്ടിക്കരുത്, ഒരു ബോംബ് പോലും ഇടരുത് എന്ന് പറഞ്ഞു. നെതന്യാഹുവിനെ യുദ്ധ കുറ്റവാളിയായിട്ട് വിചാരണ ചെയ്യാൻ ഉള്ള പ്രമേയം പാസ്സാക്കി. അതിനുള്ള ഉത്തരവ് പാസ്സാക്കി. അന്താരാഷ്ട്ര ക്രിമിനൽ നീതിന്യായ കോടതിയുടെ ഉത്തരവാണെന്ന് പറയുന്നു. ഇതൊക്കെ തൃണവൽഗണിച്ചുകൊണ്ടാണ് നെതന്യാഹു യുദ്ധം തുടരുന്നത്. ഒത്തുതീർപ്പ് കരാർ ഇന്നുണ്ടാവും, നാളെ ഉണ്ടാവും, മറ്റന്നാളുണ്ടാവും എന്നൊക്കെ നമ്മുടെ മീഡിയ വൺ ചാനൽ പറയുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്തിട്ടും ഈ യുദ്ധം നിൽക്കുന്നില്ല. വെടിനിർത്തലിൽ ഏകദേശ ധാരണയായി. മിക്കവാറും നാളെ കഴിഞ്ഞ് മറ്റന്നാൾ നിർത്തും എന്ന് മനോരമ പറയുന്നുണ്ട്. നമ്മളിതൊക്കെ വായിച്ച് വിശ്വസിച്ച് ഇപ്പം തീരും യുദ്ധം, പിന്നെ തീരും യുദ്ധം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇത് എത്രയായിട്ടും ഇസ്രായേൽ യുദ്ധം നിർത്തുന്നില്ല. മരണസംഖ്യ ഏതാണ്ട് 36,000 കഴിഞ്ഞു, 37,000 അടുക്കുകയാണ്. ഒക്ടോബർ 7 തുടങ്ങിയ ഷെല്ലാക്രമണവും ബോംബാക്രമണവും മുമ്പത്തേക്കാളും ഊർജിതമായി നടക്കുകയാണ്. ഇസ്രായേലിൻ്റെ സമ്പദ് വ്യവസ്ഥ ആകെ തകർന്നു. അവിടെ റേഷൻ കൊടുക്കാനായിട്ട് പൈസയില്ല. ക്ഷേമ പെൻഷനുകൾ മുടങ്ങി. മറിയക്കുട്ടിയുടെ കൗണ്ടർ പാർട്ടുകൾ മിക്കവാറും പിച്ചച്ചട്ടി എടുത്തുകൊണ്ട് ജെറുസലേമിലും ടെല്ലവീലും ഒക്കെ തെണ്ടാൻ തുടങ്ങും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. ഇതുപോലുള്ള പ്രൊപ്പഗൻഡ ഇങ്ങനെ നടക്കുന്നതിനിടയിൽ തന്നെ യുദ്ധം ഉഷാറായിട്ട് തുടരുന്നുമുണ്ട്. അപ്പോൾ ഇസ്രായേലിൻ്റെ സമ്പദ് വ്യവസ്ഥ തരും, അതോടെ അവർ ആപ്പീസ് പൂട്ടും എന്ന് നമ്മൾ വിചാരിച്ചു. അതുണ്ടായില്ല. പിന്നെ ഹിസ്ബുള്ളയും ഹൂതികളും കൂടി ഇസ്രായേലിനെ ഒരു വഴിക്കാക്കും എന്ന് വിചാരിച്ചു. അതും നടന്നില്ല. ഇറാൻ ശക്തമായി ഇടപെടും എന്ന് വിചാരിച്ചു. പക്ഷേ ഇടപെടുന്നതിന് മുമ്പ് തന്നെ ഇറാൻ്റെ പ്രസിഡൻറ്റ് അത്ഭുതകരമായ രീതിയിൽ കൊല്ലപ്പെട്ടു. അവിടെ നിന്നും ഒരിടപെടലില്ല. പിന്നെ മറ്റ് അറബി രാജ്യങ്ങളുടെ കാര്യം പറയണ്ട. ഈജിപ്റ്റാണെങ്കിലും സിറിയ ആണെങ്കിലും ഈവൻ ഇറാഖാണെങ്കിലും സൗദി അറേബ്യ ആണെങ്കിലും ആരും ഇസ്രായേലിന് വേണ്ടി ഇസ്രായേലിനെതിരെ എന്തെങ്കിലും ചെയ്യാൻ ധൈര്യമുള്ളവരല്ല. അവരൊക്കെ പണ്ടേ മാളത്തിൽ കയറി ഒളിച്ചു. സൗദി അറേബ്യയുടെ തുർക്കിയുടെ കാര്യം പറയാൻ വേണ്ട. തുർക്കിയിലെ ഉറുദുഖാൻ ഇടയ്ക്കിടയ്ക്ക് വലിയ വീരവാദമൊക്കെ മുഴക്കുന്നുണ്ട്. പക്ഷേ ഒന്നും ഫലത്തിൽ കാണുന്നില്ല, ഒന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. അങ്ങനെ മനുഷ്യരെ ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് പിന്നെ നമുക്ക് ആകെ ചെയ്യാവുന്ന എന്താണ്, ഈ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലും ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ചില വിദ്യാർത്ഥികൾ ഇവിടുത്തെ SFIക്കാരുടെ അവിടുത്തെ അവതാരങ്ങൾ ഇവർക്ക് വേണ്ടി പ്രതിഷേധങ്ങളും പഠിപ്പ് മുടക്കമൊക്കെ നടത്തുന്നുണ്ട്. പഠിപ്പ് മുടക്കുന്ന കുട്ടികളുടെ അറ്റൻഡൻസ് പോകും എന്നല്ലാണ്ട് അതുകൊണ്ടും യാതൊരു വിശേഷമുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ നമ്മുടെ കേരളത്തിലുള്ളൊരു സിനിമാ നടി കാൻ ചലച്ചിത്രമേളയിൽ എന്താണ് പാലസ്തീനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന ഹാൻഡ് ബാഗുമായി വേദിയിൽ പ്രത്യക്ഷപ്പെട്ടു. അത് കേട്ടും കുറേ ബുദ്ധിജീവികൾ കോരിത്തരിച്ചു എന്നല്ലാണ്ട് പ്രത്യേകിച്ചൊരു വിശേഷം ഉണ്ടായില്ല. അങ്ങനെ യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ യുദ്ധം തീർക്കാനായിട്ട് യാതൊരു മാർഗ്ഗവും ഇല്ലാതിരിക്കുമ്പോഴാണ് ലോക കേരള സഭയിൽ ഒരു പ്രമേയം വരുന്നു. ഒക്ടോബർ 7 ആരംഭിച്ച ഈ വിപ്ലവത്തെ ഉടനെ തന്നെ അവസാനിപ്പിക്കണം എന്ന് നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇത് കിട്ടിയാൽ ഉടനെ തന്നെ നെതന്യാഹു യുദ്ധം അവസാനിപ്പിക്കും, പട്ടാളത്തെ തിരിച്ചു വിളിക്കും, എന്നിട്ട് പലസ്തീൻകാരോട് ഹമാസിനോടും മാപ്പ് പറയും. അതുകൂടാതെ 101 ഏത്തോ വിടും. അതോടെ പശ്ചിമേഷ്യയിലെ സമാധാനം തിരിച്ചു വരും. യുദ്ധം അതോടെ ഇല്ലാണ്ടാവും. ഇനി മേലിൽ യുദ്ധമേ ഉണ്ടാവില്ല. ഇതാണ് ഈ പ്രമേയം പാസ്സാക്കിയ ആളുകളുടെ വിചാരം. അതുമാത്രമല്ല, അവർ പലസ്തീനിൽ നിന്ന് കൊടുത്ത ഒരു തലപ്പാവ് മുഖ്യമന്ത്രിയെ അണിയിച്ചു. പലസ്തീൻ്റെ പതാക നമ്മുടെ ഷംസീർ സഖാവിനെ ഏൽപ്പിച്ചു. ഇനി ദേശീയ പതാകയുടെ സ്ഥാനത്ത് പലസ്തീൻ്റെ പതാകയായിരിക്കും നിയമസഭയിൽ പറത്തുകയെന്ന് എനിക്കറിയില്ല. അതിനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. അങ്ങനെ രസകരമായ രീതിയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പഴയ ഒരു സംഭവം ഓർമ്മ വരികയാണ്.
1972 നവംബർ മാസത്തിലാണ്. നവംബർ മാസത്തിലെ 4ാമത്തെ വ്യാഴാഴ്ച ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 4ാമത്തെ വ്യാഴാഴ്ചകളിലാണ് നെടുമ്പാശ്ശേരി ഹൈസ്കൂളിലെ പാർലമെൻറ്റ് സമ്മേളനങ്ങൾ നടക്കുക. ഈ പാർലമെൻറ്റ് സമ്മേളനങ്ങളൊന്നും കേട്ട് നിങ്ങൾ പേടിക്കരുത് കേട്ടോ. അതായത് 6 ക്ലാസ്സുകളിൽ 5 മുതൽ 10 വരെ 6 സ്റ്റാൻഡേർഡുകളിൽ 6 ഡിവിഷനുകൾ വെച്ചിട്ട് 5A, 5B, 5C അങ്ങനെ 5F വരെ ഉണ്ട്. 10A മുതൽ 10F വരെ ഉണ്ട്. ഈ ഓരോ ക്ലാസ്സിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ പ്രതിനിധികൾ ക്ലാസ് ലീഡർമാർ എന്ന് പറയും. അന്ന് മോണിറ്റർ എന്നാണ് പറഞ്ഞത്. ഈ മോണിറ്റർമാർ ചേർന്നിട്ടാണ് സ്കൂൾ പാർലമെൻറ്റ്. സ്കൂളിൽ പ്രധാനമന്ത്രി സ്പീക്കറൊക്കെ ഇട്ട് അന്ന്. പിന്നെ ആ പദവിയുടെ പേര് മാറ്റി സ്കൂൾ പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ പറഞ്ഞത് കുറച്ച് കടന്ന കൈയാണെന്നുകൊണ്ട് സ്കൂൾ ലീഡർ, സ്കൂൾ സ്പീക്കർ എന്നാക്കി മാറ്റി. ഏതായാലും ഈ സ്കൂൾ പാർലമെൻറ്റ് യോഗം ചേർന്ന് ചരിത്രപരമായൊരു തീരുമാനം കൈക്കൊണ്ടു. അതെന്താണെന്ന് വെച്ചാൽ വിയറ്റ്നാമിൽ നിന്ന് ഉടനെ പിന്മാറണം എന്ന് അമേരിക്കൻ പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടു. അന്ന് റിച്ചാർഡ് നിക്സനാണ് അമേരിക്കയുടെ പ്രസിഡന്റ്. നിക്സൺ സാഹിബ് വലിയ ഭൂരിപക്ഷത്തോടെ പ്രസിഡൻ്റായിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട സമയമാണ്. അന്ന് നമ്മുടെ ഹെൻറി കിസിംഗറാണ് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി. സ്പിറോ അഗ്ന്യൂ ആണ് വൈസ് പ്രസിഡൻ്റ് എന്നാണ് എൻ്റെ ഓർമ്മ. അതേക്കുറിച്ച് ഇപ്പോൾ രാജിവെച്ച് പോയിട്ട് ജെറാർഡ് ഫോർഡ് ആ സ്ഥാനത്തേക്ക് വന്നു. ഏതായാലും ഇവരൊക്കെ ഭരിച്ചുകൊണ്ടിരുന്ന അമേരിക്കയ്ക്ക് നെടുമ്പാശ്ശേരി ഹൈസ്കൂൾ പാർലമെൻറ്റ് ഒരു പ്രമേയത്തിലൂടെ അവരോട് ആവശ്യപ്പെട്ടു, എന്താണ്, ഉടനെ തന്നെ വിയറ്റ്നാമിൽ നിന്ന് പിന്മാറണം. അത് കേട്ട് നിക്സനും കിസിംഗറും ഒക്കെ പേടിച്ചു പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടും യുദ്ധം നിർത്തിയില്ല. യുദ്ധം പിന്നെ 3-4 കൊല്ലം കൂടെയൊക്കെ തുടർന്നു. പിന്നെ അമേരിക്ക പൂർണ്ണമായിട്ട് തോറ്റ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയും വിയറ്റ്നാം, തെക്കൻ വിയറ്റ്നാമിനെ പൂർണ്ണമായിട്ട് വിഴുങ്ങി സൈഗോണിൻ്റെ പേര് തന്നെ ഹോച്ചിമിൻ സിറ്റി എന്നാക്കി മാറ്റി എന്നാണ് നമ്മുടെ ഓർമ്മ. അപ്പോൾ അങ്ങനെ ഒരു ചരിത്രമാണ് സത്യത്തിൽ എനിക്ക് ഈ സമയത്ത് ഓർമ്മ വരുന്നത്. ലോക കേരള സഭയുടെ പ്രമേയം കിട്ടുന്നത് തൊട്ട് നെതന്യാഹു തീർച്ചയായിട്ടും യുദ്ധം അവസാനിപ്പിക്കും. യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ പിന്നെ ഹമാസ് യുദ്ധം ചെയ്ത് ഇസ്രായേലിനെ തോൽപ്പിക്കുന്ന ദയനീയമായ കാഴ്ച നമ്മൾ കണ്ടുവരും. ഏതായാലും ഇനി കാര്യങ്ങൾ പഴയ പോലെ ആവില്ല. ഇസ്രായേലിന് യാതൊരു രക്ഷയില്ല എന്നതുകൂടി തെളിഞ്ഞിരിക്കുകയാണ്. ഹമാസിന് വമ്പിച്ച വിജയം ആശംസിക്കുന്നു. ഈ പ്രമേയം പാസാക്കിയ ലോക കേരള സഭയുടെ അധ്യക്ഷനെയും സഭാനാഥനെയും അതിലെ സകല മെമ്പർമാരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും ചെയ്തു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.